ലൈഫ് വിത്ത് പാണ്ടൻസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെങ്കിലും പൊതുവെ നമ്മൾ വീട്ടിൽ എന്ത് കറി വെക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി, അല്ലെങ്കിൽ ചിക്കൻ കറി, അല്ലെങ്കിൽ പന്നിക്കറി, അങ്ങനെ സവാള, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ കറി വെക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പനീർ ബട്ടർ മസാല. നമുക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ മാത്രമേ ഈ സംഭവം ഭയങ്കര ഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. നല്ല സൂപ്പറാണ് ചപ്പാത്തിക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ചപ്പാത്തി പനീർ ബട്ടർ മസാല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചപ്പാത്തിയും പനീർ ബട്ടർ മസാല ഉണ്ടാക്കി അതിൻ്റെ ഒരു കുക്കിംഗ് വ്ലോഗ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കറിയണ്ടേ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി, അധികം ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ എന്തായാലും നമ്മൾ മസാലക്കൂട്ടൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും. അപ്പം അതിലുള്ള ഐറ്റംസാണ് ഇത്: കറുകപ്പട്ട, പിന്നെ ഏലക്കായ, കുരുമുളക്, പിന്നെ ഗ്രാമ്പൂ. അയ്യോ, ഞാനൊരു സാധനം എടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പം ഈ ബേലി. പണ്ട് ഞാൻ ഈ ഇല കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് മറ്റേ നമ്മൾ ഈ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കത്തില്ല, എന്താണ് ഈ കറുകപ്പട്ടയുടെ പോലത്തെ ഒരു ഇല ഉണ്ടാവത്തില്ലേ, ആ ഇലയിരുന്നാണ് സത്യമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഇച്ചിരി ബോധവും വിവരമൊക്കെ വെച്ചപ്പോഴാണ് ഇത് രണ്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പൂച്ചയപ്പം ഉണ്ടാക്കാൻ സാധനം അതന്നെ, അതേ കണ്ടോ, ഇത് ഇവിടെ പൂച്ചയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നു. എടനേല. അപ്പൊ ഇത് കറുകപ്പട്ടയുടെ മേലല്ലേ, സോറി. അണ്ട ഇത് നോക്കിയത് കണ്ടോ, രണ്ടും കൂടി ഒരുപോലെ ഇരിക്കൂലേ. കണ്ടോ ഈ ബേ ലീഫ് എന്തെന്നാന്ന് വെച്ചാൽ സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. എന്തോ ഒരു ഇലയിടുന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. കണ്ടോ. അപ്പൊ ഇത്രയാണ് മസാലക്കൂട്ടിന് നമുക്ക് വേണ്ടത്. പിന്നെ ഇതേ 2 വറ്റൽമുളക്. ഞാനിപ്പോൾ 100 ഗ്രാം പനീറാണ് എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ പാകത്തിനുള്ള ഐറ്റംസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഇതേ 2 വറ്റൽമുളക്, പിന്നെ ഇതേ ഒരു മീഡിയം സൈസ് തക്കാളി, 9 കാഷ്നട്ട്, പിന്നെ ഇച്ചിരി ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവാള. ഇത്രയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പം നമുക്കിനി കുക്കിങ്ങിലേക്ക് കടക്കാം. പാത്രമൊക്കെ വെച്ചു ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇടാം. ഞാൻ കത്തി വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് കുറച്ച് പേരുണ്ട്, അതുകൊണ്ടാണ്. ബട്ടർ ഉരുകി വരുമ്പോൾ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, വേലി, ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നമ്മൾ വാടി വന്നാൽ മതിയേ, ചെറുതായിട്ട് അരിയണമെന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മിത് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് തോന്നിയ പോലെ അങ്ങ് അരിഞ്ഞെടുക്കാൻ മതി. അത് നമ്മൾ വേഗം കഴിയും. Hey there. Subscribe to my channel and also press this bell icon. ഇനി ഇതിലേക്ക് നമുക്കിത് എടുത്ത് വെച്ചേക്കുന്ന കാഷ്നട്ടും കൂടെ ചേർത്തു. അതിനുശേഷം ഒരു ഞുള്ള് മഞ്ഞപ്പൊടി, മുളക് പൊടി. ഇവിടുത്തെ മുളക് പൊടിക്ക് അത്യാവശ്യം എരിവുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, പാകത്തിന് കുറച്ച് പഞ്ചസാര. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എരിവും ഉപ്പും മധുരവും ഒക്കെ ആയിട്ടുള്ള ടേസ്റ്റാണ്. ഞാനിത് പ്രത്യേകിച്ച് പറയണ്ടായിരിക്കും, കഴിച്ചാൽ നിങ്ങൾക്കൊക്കെ ഇതെല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാനത് പറയുന്നതേ ഉള്ളൂ. നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം. അപ്പം നമുക്ക് ഈ മസാല ആയി വരുമ്പോഴേക്കും നമുക്ക് പനീർ ബട്ടർ മസാലക്ക് ചപ്പാത്തി ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ചപ്പാത്തി കുഴച്ച് വെക്കാം. അപ്പം ഇത് ഈ കറി റെഡി ആകുമ്പോഴേക്കും ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. പൊടി തീർന്നു ഗൈസ്. ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യണേ. ഞാൻ മിക്സ് ചെയ്യാറുണ്ട്. ഞാൻ ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് ചൂട് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര ചൂടല്ല, തിളച്ച വെള്ളമല്ല, ഒരു മീഡിയം ചൂടിലുള്ള വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ചപ്പാത്തിയുടെ മാവ് സോഫ്റ്റായി കിട്ടുമെന്ന്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ട്.
ഞാനുള്ളത് ചൂടുവെള്ളമാണ് യൂസ് ചെയ്യണത്. ചൂടുവെള്ളം, എണ്ണ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചപ്പാത്തി. നമ്മൾ സ്വന്തം തലകാലിന്റെ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചപ്പാത്തിയുടെ മാവ് ഈ പരിവാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടുരുട്ടിയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ പനീറിനുള്ള മസാല സെറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ മസാല ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോ നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. നമ്മളിത് ഈ പരുവത്തില് അരച്ചെടുത്തിട്ട് കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഈ പേസ്റ്റ് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ നമുക്ക് ഇനി ഈ മസാല നന്നായിട്ട്, ഈ പേസ്റ്റ് മസാല നന്നായിട്ട് തിളച്ച് വരുമ്പോ നമ്മ ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കണം. ഇത് ഞാനിവിടെ അമൂലിന്റെ പനീറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമൂലിന്റെ പനീറാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ അമൂലിന്റെ പനീറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. പനീറൊക്കെ കറി വെച്ച് കഴിഞ്ഞ് ഇനി ചപ്പാത്തി പരത്തുന്നു, ചപ്പാത്തി ചുടുന്നു, ചപ്പാത്തി കഴിക്കുന്നു. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാലയും ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പൊ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.